ഗൈസ് ഐഫോൺ 15 Pro Max വെറും 9999. 15 Proന് 7500. എമ്മാതിരി ലാഭം നോക്കിയേ. 14 Proന് വെറും 8900. ഷോപ്പുകളിലൊക്കെ പുറത്ത് വെക്കാൻ പറ്റുന്ന സ്ക്രീനാണ് ഈ 1000 ഉള്ളൂ. നമ്മുടെ വിഷൻ പ്രോ. അപ്പോൾ അവിടെ ഉണ്ട് കേട്ടോ, സാധനങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. മൂപ്പർ എന്താ കാണിക്കണേന്ന് ഞാൻ ഇവിടുന്ന് പറഞ്ഞുതരും. നിങ്ങളിപ്പോൾ 2 കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് നടക്കുന്നത് അത് അവിടെ 2 ഇരിക്കുന്നില്ലേ, പിന്നെ ഇവിടെ 2 നിൽക്കുന്നില്ലേ, ഇത് ചെക്കൻ, ഇത് പെണ്ണ്. 5000 റുപ്യേൻ്റെ ഡ്രോണാണത്. 5000 റുപ്യേൻ്റെ ഡ്രോണ് കഴിച്ചു. 5000 രൂപ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം ചൈന. ഞാൻ ഉള്ളത് ചൈനയിലെ ഏറ്റവും സൗത്ത് പാർട്ടായ ഇലക്ട്രോണിക് സിറ്റിയായ സെൻജനിലാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻറ്റ് ബോക്സിൽ ചോദിച്ച കാര്യമാണ് ചൈനയിലെ സെൻജനിലെ ഇലക്ട്രോണിക് സിറ്റി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അതിന് വന്നിരിക്കുകയാണ്. നമ്മൾ ഇതിന് മുന്നേ ഇവിടെ വന്നപ്പോൾ ചൈനീസ് ന്യൂ ഇയർ കാരണം കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആയിരുന്നു. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളെ ഒരു കാറ് മാത്രമാണ് ഇതിൽ പോയത് അല്ലേ. ഒരു മനുഷ്യൻ ഈ ഏരിയയിലില്ലായിരുന്നു, എല്ലാം ക്ലോസ് ചെയ്ത് കിടക്കായിരുന്നു. ഇപ്പോൾ ഇത് കംപ്ലീറ്റ്ലി 70% ഓപ്പൺ ആയിട്ടുണ്ടാവില്ലേ? എല്ലാം കംപ്ലീറ്റ് ഓപ്പൺ ആയി ഒരുവിധം കണ്ടിട്ടില്ലേ? ഇത് എല്ലാം ഒരു വലിയൊരു ഏരിയ ആണ്. നമ്മൾ നിൽക്കുന്ന ഭാഗം മാത്രമല്ല, കുറെ ബാക്കിലേക്ക്. ഇത് കറക്റ്റ് എവിടെയായിട്ട് വരുന്നത്? ഇതിപ്പോ ഗോന്തോങ് പ്രൊവിൻസിൽ ഷെൻജൻ സിറ്റിയിൽ ഹ്വാചാം നോർത്ത്. ചൈനീസിൽ ഹ്വാചാംപേ എന്ന് പറയും. ഹ്വാചാംപേ ഇവിടെ മെട്രോ സ്റ്റേഷൻ അവൈലബിൾ ആണ്. ഹ്വാചാം നോർത്ത് മെട്രോ സ്റ്റേഷൻ അവൈലബിൾ ആണ്. ഇവിടെ എന്താണ് അമ്മേനെയും പെങ്ങളെയും വാപ്പാനെയും ഒഴിച്ച് ബാക്കി എല്ലാം കിട്ടും. അങ്ങനെ ഒരു പറച്ചില് എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്. എന്നുവെച്ചാൽ എല്ലാ പ്രോഡക്റ്റും, എല്ലാ ഇലക്ട്രോണിക് പ്രോഡക്ട്സ്, പിന്നെ ബ്രാൻഡഡ് ഐറ്റംസ്, പിന്നെ കമ്പോണൻസ്, പിന്നെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും, റോബോട്ടിക് മുതൽ പിന്നെ ഡ്രോൺസ് മുതൽ എല്ലാ സാധനങ്ങളും, പിന്നെ അതുപോലെ സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ, പിന്നെ റീഫർബിഷ്ഡ് ഫോണുകൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഇതൊരു വലിയൊരു ഏരിയ ആണ്. ഇത് മൊത്തം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു മാസമെങ്കിലും വേണ്ടി എടുക്കും. അതുകൊണ്ട് നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസിൽ പോയി കാണാം. അപ്പം ആപ്പിളിൻ്റെ ഷോറൂം കറക്റ്റ് ഫ്രണ്ടിലുണ്ട്, ഹുവായിൻ്റെ ഷോറൂം അവിടെ ഉണ്ട്, ലെനോവ ഉണ്ട്, HP ഉണ്ട്. മെയിനായിട്ടുള്ള ഈ ബിൽഡിംഗ് മൊത്തം LED ലൈറ്റ്സും LED റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പ്രോഡക്റ്റുകളാണ് ഇതിനകത്ത്. ഈ ഒരു ബിൽഡിംഗ് അവിടെ എഴുതിയിട്ടുണ്ട് LED തന്നെ, ഇന്റർനാഷണൽ LED ട്രേഡിംഗ് സെന്റർ. ഈ ഒരു ഓൾഡ് ബിൽഡിംഗ് ഇത് എത്ര 6 നില ഉണ്ടാവില്ലേ? ഇത് 7 നിലയിട്ടുണ്ട്. 7 നില ഉണ്ടാവും. അതിനകത്ത് ഒരുപാട് മെയിൻ നമ്മുടെ LED ലൈറ്റ്സ് ആണെങ്കിലും ബട്ട് വേറെ കുറേ പ്രോഡക്റ്റുകൾ എല്ലാം ഉണ്ടാവും. ഇതോ? ഇത് കുറെ ബ്രാൻഡഡ് HP, ലെനോവോ, ഡെൽ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ബ്രാൻഡഡ് ഐറ്റംസ് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അതിന്റെ ഉള്ളിലേക്ക് ഇഷ്ടം പോലെ ഉണ്ട്. കാണാലോ, ഡെപ്ത് കാണാലോ. അതിന്റെ ഉള്ളിലേക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഒരുപാട് നിക്കോൺ, അങ്ങനെ ഒരുപാട് ക്യാമറ ഐറ്റംസ്, ഗോപ്രോ, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ഈ സൈഡും ഇതേപോലെ തന്നെ. ഇതാണ് സൈഗ ബിൽഡിംഗ് എന്ന് പറയും. ഈ ബിൽഡിംഗ് ഭയങ്കര ഫേമസ് ആണ്. സൈഗന്റെ പേര് സൈഗ. അപ്പോൾ ഈ സൈഗന്റെ ഇതെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടർ റിലേറ്റഡ് പ്രോഡക്ട്സ് ആണ്. കമ്പ്യൂട്ടർ എല്ലാ പ്രോഡക്റ്റ് ഉണ്ടാവും, പക്ഷെ ഓരോന്നിനും മെയിനായിട്ട് മൊബൈലിന്റെ ഒക്കെ എവിടെയാണ്? മൊബൈൽ ആക്സസറീസ് ഈ ബിൽഡിങ്ങിന്റെ അകത്ത് ഉണ്ട്. പിന്നെ ഇതിന്റെ ബാക്കിലോട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് നമ്മൾ നടന്ന് കുറച്ച് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു വലിയൊരു ഒരു മാർക്കറ്റ് ഉണ്ട്. അത് നിറയെ സെക്കൻഡ് ഹാൻഡ് ഫോണുകളും അതിന്റെ ഡിസ്പ്ലേ അല്ലെങ്കിൽ ബാക്ക് കവർ, ബാറ്ററീസ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും. അല്ല, നമ്മളിപ്പോൾ ഇവിടുന്ന് തുടങ്ങിയ നമുക്ക് ഇവിടുത്തെ ആക്സസറീസിന്റെ ഇവിടുന്ന് പറയാം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് കാണിച്ചു കൊടുക്കാം. അതായത് ഇന്ത്യയിലോട്ട് ചൈനയിൽ നിന്ന് സാധനം വരുന്നത് ഇവിടുന്ന് അല്ലേ? അതായത് ചെറുകിട ബിസിനസ്സിന് ഇവിടുത്തെ പോകുന്നത്. അതായത് നമ്മളെ വലിയ ബിസിനസ്സൊക്കെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലെയുള്ള ഫാക്ടറിനായിട്ടാണ് ബ്രാൻഡ് കമ്പനികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യില്ല. അവർക്ക് ഹൈ റിക്വയർമെന്റ് ഉണ്ട്, ക്വാളിറ്റി റിക്വയർമെന്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ നമ്മളെ പോലത്തെ ഫാക്ടറിനായിട്ടാണ് അവർ പിന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഒക്കെ ചെയ്തിട്ട് അവർ നമ്മളടുത്താണ് ചെയ്യുന്നത്. അല്ലേ? തിരൂർ മാർക്കറ്റ് ഇവിടെ അല്ലേ? ഇത് ഓപ്പൺ മാർക്കറ്റാണ്. ഇവിടെ വന്നിട്ട് നമുക്ക് 100 പീസ്, 200 പീസ്, 500 പീസ്, 1000 പീസ്, അങ്ങനെ ചെറുകിട രീതിയിൽ നമുക്ക് ഇവിടുന്ന് സാധനങ്ങളാണ്. അതന്നെ നമ്മളെ നാട്ടിൽ തിരൂരത്തുള്ള സാധനമൊക്കെ ഇവിടെ നിന്നൊക്കെ ആയിരിക്കില്ലേ? ഇവിടെ ഉണ്ടാവും. നമുക്കിപ്പോ നിങ്ങൾ തിരൂരുകാരനാണല്ലോ. ഇപ്പൊ നമ്മളിപ്പോ ഫാക്ടറി പോകണമെങ്കിൽ നമുക്കൊരു 3000 പീസ് മേടിക്കണം. ഇവിടെ ഒന്നും എത്ര കൊടുക്കണ്ട, ഇവിടെ ഒരു 10 പീസും കിട്ടും, 100 പീസും കിട്ടും. ചെറുത് അതായത് ചെറുകിട ബിസിനസ്സിലെല്ലാം ഇപ്പോൾ ഓരോ കൺസൈൻമെന്റ് ഓരോരുത്തർ വാങ്ങിച്ചിട്ട് അല്ലേ 2 ബോക്സ് ഇവിടെ എല്ലാം DHL, FedEx എല്ലാ സംഭവങ്ങളുണ്ട്. ഇവിടെ കയറ്റിയിടാം. ഇവിടെ തന്നെ പഠിക്കാം, ഇവിടെ തന്നെ കയറ്റിയിടാം. ഫോണുകൾ, സാധനങ്ങളൊക്കെ. അതൊക്കെ സെക്കൻഡ് ഹാൻഡ് മൊബൈലിന്റെ ഏരിയ ആണ്.
ആപ്പിളിൻ്റെ പ്രോഡക്റ്റുകൾ, ഇത് സ്മാർട്ട് വാച്ചുകൾ, ഇത് കണ്ടേ ഒരുപാട് ഉള്ളിലേക്കുണ്ട്. ഇതെങ്ങനെ കണ്ടു തീർക്കുന്നു? ഒരുപാട് വിലകളുണ്ട്. നമുക്ക് ഏതിന്റെ വില ഇപ്പൊ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക? ഞാൻ കൺഫ്യൂഷനായി. ഒരു പ്രോഡക്റ്റുകൾ കുറേ പിന്നെ ഇലക്ട്രിക് ഐറ്റംസുകളൊക്കെ, പിന്നെ ഹെഡ്സെറ്റുകൾ, കോപ്പി, നമ്മുടെ ഐഫോണിൻ്റെ എയർപോർട്സിന്റെ അല്ലേ? ഇതല്ലേ കുട്ടിയൊക്കെ കളിക്കുന്ന ക്യാമറ? ഇത് കുട്ടിയൊക്കെയുള്ള ക്യാമറയാണ്. ഇതിന്റെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ 80 യുവാൻ, അതായത് 800 റുപ്യ. 70, അപ്പം 800, ഏകദേശം 800 രൂപ. പിന്നെ ചാർജേഴ്സ്, പല രീതിയിലുള്ള ചാർജേഴ്സ്, വയർലെസ് ചാർജേഴ്സ്, നമ്മളെ കാറിലൊക്കെ ഉള്ള വയറുകൾ. വയർലെസ് ചാർജറുണ്ട്. വയർലെസ് ചാർജർ ഇതിപ്പോൾ എൻ്റെ വണ്ടി, നിങ്ങളെ വണ്ടിയിൽ കണ്ടിക്കണേ ഞാൻ. ഇതിന് എത്ര രൂപയാണ് അറിയോ? ഇത് തൊട്ട് കഴിഞ്ഞാൽ അറിയില്ല. ദോശ ഊശൻ ചോമ ദോശ 65 RMB പറയുന്നത്. ഈ മാർക്കിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് ഒന്നല്ല പ്രൈസ്, നമുക്ക് ബാർഗൈൻ ചെയ്യാം. അപ്പോൾ പരിചയമില്ലാത്ത ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർ പറയുന്ന പ്രൈസ് കാശ് കൊടുത്ത് മേടിക്കും. പരിചയമുള്ള ആൾക്കാരെന്നുണ്ടെങ്കിൽ അവർക്കറിയാം എങ്ങനെ ബാർഗൈൻ ചെയ്യണമെന്നുള്ളത്. പിന്നെ ഹെയർ ഡ്രയർ ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇവിടെ എല്ലാം കിട്ടും. ഒന്നുമില്ല കിട്ടാത്ത. ഭയങ്കര സെറ്റപ്പാണ് ഈ മാർക്കറ്റ്. നമ്മുടെ ആപ്പിളിന്റെ പിന്നെ എയർപോർട്ട്സ് അതിന്റെ കോപ്പി അല്ലേ അത്? പക്ഷെ നല്ല ക്വാളിറ്റി ആയിരിക്കും, നല്ല സൗണ്ട് സിസ്റ്റം. അതിന്റെ റേറ്റ് എങ്ങനെ അറിയാം? ദോശ 420 RMB ആണ് പറയുന്നത്. ആപ്പിളിന്റെ കോപ്പി അല്ലേ അത്? ഫസ്റ്റ് കോപ്പി അല്ലേ? അതെ, ഫസ്റ്റ് കോപ്പി. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ പ്രൈസ് നമുക്ക് കുറയ്ക്കാം. ഓക്കെ. വാച്ചുകൾ, നമ്മുടെ നോർമൽ വാച്ചുകളുടെ റോളക്സിന്റെ ഒക്കെ കോപ്പി, റോളക്സ്, ഡിയോർ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് റോളക്സിന്റെ. ദോശ പക്ഷേ 350. അത് നല്ല റേറ്റ് ആണല്ലോ. 350 അത് എടുക്കാൻ പറയും. പക്ഷെ ഇതിന്റെ ഒറിജിനൽ റോളക്സ് ഏകദേശം 10 ലക്ഷം രൂപ. പക്ഷേ ഇത് ഒരു വർഷം ഓടും. ഇല്ല, എന്നാലും കൂടുതലോടും. ഒരു വർഷമൊക്കെ പെട്ടെന്ന് ആൾക്കാർ കാണാൻ. വാച്ചുകളൊക്കെ ചെയ്ത് പരിചയമുള്ള വാച്ചിന്റെ ആൾക്കാർക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റില്ല, സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെ വേറെ സംഭവമുണ്ട്. നമ്മളിങ്ങനത്തെ വാച്ച് ഒറിജിനൽ വാങ്ങിച്ചിട്ട് നമ്മൾ ബസ്സിലൊക്കെ പോകുന്ന ആൾക്കാർ നമ്മൾ ബസ് കയറി പോയി കഴിഞ്ഞാൽ ആൾക്കാർ ശരിക്കും അത് കോപ്പിയല്ല. അതേപോലെ റേഞ്ച് റോവറും ബെന്റിലൊക്കെ ഓടിക്കുന്ന ആൾക്കാരാണ്. കോപ്പി മേടിച്ച് കെട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ അത് ഒറിജിനലാണ്. റോളക്സിന്റെ വാച്ചിന് വെറും 380. ഇതാ AP ഉണ്ട്, റോളക്സ് ഉണ്ട്, പിന്നെ കുറെ സംഭവങ്ങളൊക്കെ ഡിയോർ, കാർട്ടിയർ. ചൈനയിൽ വന്നു കഴിഞ്ഞാല് അതാ 2, 3, 4 കോടി പച്ചപ്പിലിക്കൊക്കെ ഉണ്ട് മേടിച്ചെ. അതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാല് നമ്മള് നാശം കിട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വേറെ കാര്യം, നമ്മുടെ നാട്ടിലുള്ള ഇപ്പോൾ ഈ ഇലക്ട്രോണിക്സുമായി പരിചയമുള്ള അല്ലെങ്കിൽ അവർക്ക് കുറച്ച് റിസോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരുപാട് മലയാളീസ് ദുബായിൽ പോയിട്ട് ദുബായിന് ഇവിടെ വന്നിട്ടും ഒക്കെ ഇവിടെ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ സാധനങ്ങൾ അവരെ ആൾക്കാർക്ക് അയച്ചു കൊടുക്കും. പക്ഷെ വേറൊരു കാര്യം ഇതിൽ പറയേണ്ടത്, അത് നിർബന്ധമായിട്ട് ഇവിടെ 380 രൂപ പറയുന്നുണ്ട്, 80 RMB. ഈ 380 RMB തന്നെ നമ്മളിപ്പോൾ ഒരു പീസൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല, 2-3 പീസ് നമ്മൾ പോകുമ്പോൾ കൊണ്ടുവരിക. പക്ഷെ നമ്മളൊരു ബിസിനസ് ആയിട്ട് ചെയ്യുമ്പോൾ ഒരു ബൾക്ക് ക്വാണ്ടിറ്റി ഒരു 10, 100, 200 പീസ് എടുക്കുമ്പോൾ ഇത് ഇവിടുത്തെ പൈസ ആണ് 380. ഈ 380 രൂപയുടെ സാധനം നമ്മൾ നാട്ടിലേക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ട്. ഈ ഷിപ്പിംഗ് ചാർജ് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചാനലിൽ വെക്കും, GST ഉണ്ട്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് പ്രൈസ് ഉണ്ട്. അപ്പോൾ ആരും വിചാരിക്കേണ്ട ഇവിടുന്ന് ഈ ഇത്രയും ചീപ്പാണ് ഇവിടുത്തെ സാധനം നാട്ടിൽ ഓരോരുത്തർ കൊണ്ടുപോയിട്ട് അവിടെ ഭയങ്കര എക്സ്പെൻസീവ് വിൽക്കുന്നതല്ല. അതിന് ഒരുപാട് കോസ്റ്റ് ഉണ്ട്. ട്രാൻസ്പോർട്ടേഷൻ, ഇമ്പോർട്ട് ഡ്യൂട്ടി, പിന്നെ GST, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, ഡിസ്ട്രിബ്യൂട്ടർ, സബ് ഡിസ്ട്രിബ്യൂട്ടർ, റീറ്റെയിൽ, ഇങ്ങനെ ഒക്കെ വരുമ്പോൾ എല്ലാവർക്കും മാർജിൻ വേണമല്ലോ. ഒരു 20 മുതൽ 20% വരെ മാർജിൻ ഓരോ സെഗ്മെന്റിലും കൊടുത്തു പോകുന്നുണ്ട്, ഓരോ ഏരിയയിലും കൊടുത്തു പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ഇറക്കുന്ന ആളുടെ ഒരു
ഒരു പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മളവിടെ വെക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഇവിടുത്തെ പ്രൈസ് കണ്ടിട്ട് നേരെ അവിടെ കമ്പയർ ചെയ്യരുത്, കിട്ടൂല. കിട്ടില്ല. കേബിളൊക്കെ ഇതിന് വെറും എനിക്ക് തോന്നുന്നു ഒരു 10 RMB 20 RMB 10 RMB എന്ന് പറഞ്ഞാൽ 100 റുപ്യ പിന്നെ 50 റുപ്യ ആ ഒരു റേഞ്ചിലാണ് ഇവിടെ ഉണ്ടാവും. ഒന്ന് രണ്ടെണ്ണൊക്കെ വാങ്ങിയിട്ട് കുഴപ്പമില്ല. ഈ ഇത് നാട്ടിൽ ഓടുന്ന സാധനമാണ് ഇത് കേട്ടോ. ബൈക്കിന്റെ മേലെ ഫോൺ വെക്കുന്നൊരു സാധനം. നമ്മൾ കാണാത്ത സാധനങ്ങൾ, പിന്നെ മുടിമേൽ കുത്തുന്ന സാധനങ്ങൾ, പിന്നെ ബോക്സുകൾ, പിന്നെ സെൽഫി സ്റ്റിക്കുകൾ. പിന്നെ ഇത് ടെമ്പേർഡ് ഗ്ലാസിന് വേണ്ടി മാത്രമുള്ള. അതായത് ഗൈസ് നമ്മളെ നാട്ടിലുള്ള കരോക്കെ മാത്രമാണത്. പിന്നെ പാട്ട് 2 സ്പീക്കർ 2 മൈക്ക് ഒരുമിച്ചുള്ളതിന് വെറും 420 RMB. ഓ എന്തൊരു ലാഭം. അപ്പൊ പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇവിടുത്തെ സാധനം നാട്ടിലെത്തിക്കുമ്പോ പൈസ കൂടും. നിങ്ങൾ സംസാരിക്കും സ്പീക്കറിന്റെ സൗണ്ട് നല്ല സൗണ്ട് ഉണ്ട്. ചൈനയിൽ യാസീൻ സ്വാദ് വന്നിരിക്കുകയാണ്. ചൈനത്തെ എല്ലാ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി. നിങ്ങൾ ചൈനീസ് വാക്കുകൾ പറയൂ. എന്താ പറയണ്ടത്? ഞാൻ സുന്ദരനാണ്, അടിപൊളിയാന്ന് പറഞ്ഞു. ഇല്ലില്ല, കുറച്ചും കൂടി പറയണം. എന്നെ കുറിച്ച് ഒന്ന് പൊക്കി പറയും ചൈനയിൽ.他是一个国际网红，所以他来中国去很多地方拍视频。对，他是一个国际网红。大语音，台湾很吃。ഇതല്ല, ഇതിന് ഒരു 120-200 യുവാൻ ഉണ്ടാവും ഈ ഒരു സാധനത്തിന്. 那这个多少钱？小一点的。280。ഞാൻ പറഞ്ഞ തന്നെ അല്ലേ, 250 യുവാൻ.这个里面是最好的是哪一个？这个吗？最好的呀，这个可以，金质好一点的。这个也可以。അമ്മോ, ഇത് കടത്തിപ്പാടില്ല. ഉള്ള സിസ്റ്റങ്ങൾ നാട്ടിൽ കൊണ്ടായാലും ഇതൊക്കെ. അതേ പറയാം, ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ ഓപ്പർച്യൂണിറ്റി ഇവിടെ നിന്നിട്ട് ഇവിടെ തന്നെ നിന്നിട്ട് ദുബായിലേക്കും അങ്ങോട്ട് കണ്ടെല്ലാവരും ചെറുകിട ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ പ്രൈസ് നാട്ടിലൊക്കെ പ്രൈസും കൂടി നമ്മൾ ഡയറക്റ്റ് കമ്പയർ ചെയ്ത് ഇവിടുന്ന് അങ്ങോട്ട് എത്തുന്നതും കൂടി നമ്മൾ കണക്ക് കൂട്ടണം. ശരി, ഗൈസ് നമ്മളൊരു സ്പീക്കറിൻ്റെ ഷോപ്പിൽ വന്നിരിക്കുകയാണ്. ഈ ഒരു വലിയ സ്പീക്കറിന് വെറും 329. അതല്ല 600. ഇതിന് 329, ഇതിന് 629, 6000 രൂപ. ഇത് ഞാൻ JBL മേടിച്ചിരുന്നു. ഫ്ലിപ്പ് അവിടെ 3000 റുപ്യാണ്. ഇവിടെ ഇതിന് വെറും 100, 1000 റുപ്യ. ഭയങ്കര ലാഭം കേട്ടോ ഈ സാധനങ്ങളൊക്കെ. ആവശ്യങ്ങൾക്ക് കൊടുത്ത് പഠിക്കുന്നത് നല്ലതാണ്. ബിസിനസ് ആവശ്യങ്ങൾക്ക് നമുക്ക് ഓ ഗൈസ്, അതല്ലായിരുന്നു സ്പീക്കറിന്റെ ഷോപ്പ്, ഇതായിരുന്നു സ്പീക്കറിന്റെ ഷോപ്പ്. ഇത് നോക്കി, കൺട്രോൾസും കാര്യങ്ങളൊക്കെ. ഇത് വേറെ ലെവൽ സ്പീക്കർ ഷോപ്പാട്ടോ. ഇത് മറ്റേ ഗാനമേളക്കും പള്ളി പെരുന്നാളിലൊക്കെ കൊണ്ടുവെക്കുന്ന ഐറ്റംസ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കണേ. വേറെ ലെവല്. അങ്ങോട്ട് നോക്കി, ഇത് സ്പീക്കറിന്റെ ഏരിയ കേട്ടോ. ഡ്രോൺ അതാ വരി. സ്പീക്കറിൻ്റെ ഏരിയ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ ലെവൽ സ്പീക്കേഴ്സ്. ഇതൊന്നും നമ്മൾ പിന്നെ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ വില ചോദിക്കാത്തത്. ഡ്രോണാണ് നമുക്ക് കാണേണ്ടത്. DJ മാവിക്കോ ഇതാ ഇതിലുണ്ട്. റൈറ്റ് ഇത് അവിടെ ഉണ്ട്. ഇതാ DJ ഉണ്ട്, മാവിക്. P3 Max 1000, പിന്നെ 1000 എന്ന് പറഞ്ഞാൽ 12000 റുപ്യ ഉള്ളൂ. ഇവിടെ ഡ്രോണ് ഭയങ്കര ചീപ്പാണല്ലോ. അല്ല, മാവിക് പ്രോ 3 എത്ര പറ്റുക? 1,50,000 എന്നാലും ഇവിടെ വില കുറവ്, ഭയങ്കര വില കുറവാണ്. 1,50,000. കാരണം ചൈനയിൽ ഉണ്ടാക്കി ചൈന വെക്കുന്ന സാധനമല്ലേ. പിന്നെ ഇത് ഡിജൈൻ്റെ അല്ല, ഇത് ഈ ബ്രാൻഡാണ്. അത് എന്നാലും നോക്കി 649 റുപ്യ എന്ന് പറഞ്ഞാൽ 6000 റുപ്യക്കാണ് ഇത്രയും കിടിലൻ ഡ്രോണ്. ഏകദേശം 6000 രൂപ ഉള്ളൂ ഇതിനൊക്കെ. ഒരു 10,000-12,000 രൂപ. ഒരെണ്ണം മേടിച്ചിട്ട് നാട്ടിൽ പോയാലോ ഗൈസ്. ഇതുണ്ടോ, ഇതിനും 649 എന്ന് പറഞ്ഞാൽ 6000 രൂപ.
അതിൻ്റെ സ്പെസിഫിക്കേഷൻ ചൈനീസിലാണ് കൊടുത്തത്. 4K ആണോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ നോക്കാം. വേണ്ടി ഇത് ഓട്ടിച്ച് കാണിച്ചാലും ഇതൊരു മിനി ആയിട്ടുള്ള ഒരു ഡ്രോൺ, വളരെ മിനി ആയിട്ടുള്ള ഡ്രോൺ. 168 യുവാൻ, 168 യുവാനുള്ളതിന് 1000 റുപ്യ. 4K എല്ലാ സെറ്റപ്പും ഉണ്ടാവും. ഡ്രോണ് പറത്തി കാണിച്ചു കൊടുക്കുന്ന നോക്കി സ്പോട്ടിൽ. ഇതാണ് പിന്നെ 5000 റുപ്യേൻ്റെ ഡ്രോണാണത്. 5000 റുപ്യേൻ്റെ ഡ്രോണ് കഴിച്ചു. 5000 രൂപേൻ്റെ ഡ്രോണ്. ഇതാണ് 1.5 ലക്ഷം രൂപേൻ്റെ DJI Mavic 3 Pro. മോനെ 499 റുപ്യുള്ളൂ ഈ ഡ്രോൺ. 400 RMB. അല്ല ഇതൊക്കെ 4K ആണോ ചോദിക്കി? ഇതൊക്കെ 4K ആണോ ചോദിക്കി? 720. 4K എത്രയില്ല സ്റ്റാർട്ടിങ്?这4个视频的是最便宜的是多少？无人机吗？无人机4K 的，最便宜的这种。 4K ഏറ്റവും ചീപ്പസ്റ്റ് ഇതാണ് 1099. സോറി 那个P60，这个都是高档的是吧？大的版。 100 എപ്പിസോഡ് ശരി, 100 10,000 എപ്പിസോഡ് ഇവിടുന്ന് ഉണ്ടാക്കാം. ഓരോ ദിവസങ്ങൾ ഓരോ കടയിൽ വന്നിട്ട് എടുത്തു പോയി കഴിഞ്ഞാൽ ആൾക്കാർ ആ സാധനമാണ് നമുക്ക് വേണ്ടിട്ടോ. അത് 100 CCTV ക്യാമറാസ് വരുന്നത് എത്രയായിരുന്നു? 150 അല്ലേ? 150, 100 പല വില ഉണ്ട്. 100 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 റുപ്യ മുതൽ AI ടെക്നോളജി ഉള്ള, അതായത് നമ്മളെ ഒരാൾ നടക്കുമ്പോൾ അയാളെ ഫോക്കസ് ചെയ്തുകൊണ്ട് എടുക്കുന്ന ക്യാമറാസ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പോലീസുകാർക്ക് കൊടുക്കേണ്ട ക്യാമറ. അതായത് കറക്റ്റ് ഇവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആര് വന്നു കഴിഞ്ഞാലും ഇത് റെക്കോർഡ് ചെയ്തോളൂ. പോലീസുകാർ ഉപയോഗിക്കുന്നതിന് കുറച്ചുകൂടി വലിപ്പമുണ്ട്. പിന്നെ ഇതാ പിന്നെ ഗ്ലാസ്സിൽ തന്നെ ക്യാമറയും എല്ലാം വരുന്ന സെറ്റപ്പ് ഉള്ളത് ഇതാ ഫുൾ. ഇതൊക്കെ വളരെ ചീപ്പാണ് കേട്ടോ ഗൈസ്. എല്ലാ സാധനത്തിനും ചീപ്പായിട്ട് സാധനം കിട്ടും. പക്ഷെ ചീപ്പാണെന്ന് അറിയാണ്ട് അവിടെ നാട്ടിൽ പോയി അടി ഉണ്ടാക്കണ്ട. അവർ ഇവിടുന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് കടച്ചു കൊണ്ടിരുന്ന സാധനമാണ്. അത് ശരിയാണ്. നോക്കി ഇതൊക്കെ ക്യാമറയാണ് കേട്ടോ. അല്ലല്ല ഇത് ക്യാമറ അല്ല, ഡിസ്പ്ലേ. ഡിസ്പ്ലേയോ? ഡിസ്പ്ലേ. എന്ത് ഡിസ്പ്ലേ? എന്തെങ്കിലും ബാറ്ററിയോ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ കാണിക്കുന്ന ഡിസ്പ്ലേ. അതൊക്കെ നമ്മളെ ഞങ്ങളൊന്നും ഇപ്പോൾ കണ്ടില്ലേ, ചാർജ് ആകുമ്പോൾ നമ്മുടെ ഓഫീസിൽ ഇഷ്ടം പോലെ ഇതൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ചാർജ് ആകുന്നൊക്കെ പറയുന്നത്. ഗൈസ് ആപ്പിളിൻ്റെ വിഷൻ പ്രോ. ഇത് ആപ്പിളിൻ്റെ അല്ല, പക്ഷേ ചൈനീസാണ്. അതിൻ്റെ കോപ്പി അപ്പത്തിനും ഒരിവിടെ ഇറക്കി. ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ? വർക്ക് ചെയ്യുന്നു. ഇത്怎么打开呀？അതിനെന്താ ഇവിടെ റേറ്റ് വരുന്നത്? 2000。 2000. 45,000 രൂപ അല്ലേ? 20,000 something. 20,000. 这个是跟苹果一起的一样的系统一样的，这个是什么系统啊？安卓系统，不是苹果系统。那支持手机的那个？支持手机投屏，然后还有它可以看那个电影啊。是一个独立系统。对，然后ഇത് സെപ്പറേറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. പിന്നെ ആൻഡ്രോയിഡിന് കണക്ട് ചെയ്യാം. 3D 拍照什么都。3D ഫോട്ടോസ് എടുക്കുക, പിന്നെ സിനിമ കാണാം, അങ്ങനെയൊക്കെ സംഭവങ്ങൾ.你们是兄弟吗？是吗？大吗？是朋友。国际网红。国际网红。对啊。真的。真的，不是开玩笑。我可以看那个账号吗？可以啊。നിങ്ങളുടെ യൂട്യൂബ് അക്കൗണ്ട് ഒന്ന് കാണിച്ചു കൊടുക്കാം.有拜吗？WiFi？有 WiFi 吗？有，我给你开。我给你打开啊，我有啊，我有。大的，我可以打开。100万粉丝。ഇപ്പോൾ യാസിന് നമ്മുടെ വിഷൻ പ്രോ ആപ്പിളിൻ്റെ
ഗൈസ് ആപ്പിൾ വിഷൻ പ്രോ പക്ഷെ ഇത് ആൻഡ്രോയിഡ് വർക്ക് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. ആ ഇതെങ്ങനെയാണ്? അപ്പോൾ ഇവരാണ് ഇതിൻ്റെ ഷോപ്പിൻ്റെ ഓണർ. ഈ ഷോപ്പിൻ്റെ അവരവരുടെ ഷോപ്പിൻ്റെ പേര് കാണുന്നുണ്ട് എന്തെങ്കിലും? ഇതാ ഞാൻ പക്ഷെ ടച്ച് ആവുന്നില്ല. ടച്ച് ആവാൻ എന്തെങ്കിലും ചോദിച്ചവരോട്. പക്ഷോ അന്ത ഷുഹോ അമ്പളിയാ 它是要点这里。 ആ ടച്ച് ഇവിടെ മാത്രമേ നടക്കുള്ളൂ, അവിടെ കാണല് മാത്രമേ ഉള്ളൂ. ഓക്കെ. ആ നിങ്ങളെ കാണുന്നുണ്ട്. ഹലോ, നിങ്ങൾ എന്താ കാണിക്കണേ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പഞ്ചിന്ന് 它没有苹果的那种。 അത് ഇങ്ങനെ ഗൈസ് മൂപ്പർ എന്താ കാണിക്കണേന്ന് ഞാൻ ഇവിടുന്ന് പറഞ്ഞുതരും. ഇങ്ങനെ പിടിക്കും നിങ്ങൾ, എന്നാലേ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. ആ നിങ്ങൾ എന്തേ കാണിക്കും ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ 2 കാണിക്കുന്നുണ്ട്. ആ പിന്നെ വേറെ എന്തെങ്കിലും കാണിച്ചോളി. 2 ഇപ്പൊ നിങ്ങൾ 4 ഇങ്ങനെ. അപ്പൊ മൂപ്പർ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇപ്പൊ എന്ത് നടക്കുന്നു? അതാ അവിടെ 2 ഇരിക്കുന്നില്ലേ, പിന്നെ ഇവിടെ 2 നിൽക്കുന്നില്ലേ. ഇത് ചെക്കൻ, ഇത് പെണ്ണ്, പിന്നെ ഓനിങ്ങനെ കാണിച്ച്. യെസ് ഗൈസ്, ഇത് സംഭവം കേട്ടോ. വിഷൻ നിങ്ങൾ വെച്ച് നോക്കി. ഓ ഏതോ സ്ഥലത്ത് നിന്ന് എണീച്ച് വന്നിട്ടുണ്ട് ഞാൻ. എല്ലാരും കാണുന്നുണ്ടല്ലോ അതിനകത്ത്. കാണുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യണേ? സെല്യൂട്ട് ചെയ്യുന്നില്ലേ? ഇവിടെ ഇങ്ങനെ ആൾക്കാർ നടക്കുന്നുണ്ടോ? പക്ഷേ ആപ്പിളിന്റെ വിഷൻ പ്രോ ഒരുപാട് ഡിഫറെന്റ് ആണ്. ഇതെന്താ സാധനം? ഫോണല്ലേ? ഓ ഈ അതെല്ലാം കാണുന്നുണ്ട് കൈസ്. ഇതൊരു ക്യാമറയിൽ നിന്ന് വരുന്ന ഒരു വിഷൻ ആയതുകൊണ്ട് അത്ര വലിയ സുഖമില്ല, കുഴപ്പമില്ല, രസമുണ്ടല്ലേ? കുറച്ച് കളിച്ചിരിക്കാം. 20,000 2000 RMB ആണ് കേട്ടോ. അപ്പോൾ 24,000 രൂപ. ചേച്ചി നമ്മളവിടെ ഞാൻ യൂട്യൂബർ എന്ന് പറഞ്ഞപ്പോൾ നല്ല വില ഉണ്ടല്ലോ ഇവിടെ. ഓരോട് ഇന്ത്യയിൽ ടിക്ടോക്ക് ഇല്ല, ബാനാന്ന്. 在印度没有抖音 我们有关注你。they already started to follow you. എവിടെ没多久。ഗൈസ് നമ്മൾ ചെറുപ്പത്തിൽ കളിച്ചുകൊണ്ടിരുന്ന ഗെയിമിൻ്റെ ഒക്കെ സാധനങ്ങളിതാ. എത്ര അറിയാം അതിന്? 100 RMB 1000 റുപ്യക്ക് നല്ല വീട്ടിലായിട്ട് ഗെയിം കളിക്കുക ഗൈസ്. ഓ പൂതിയാവണേ നോക്കി. 1000 റുപ്യ ഉള്ളൂ. സ്റ്റാർട്ട്. ഓ മേൻ പൊള്ളി. അമ്മോ പ്ലെയർ സെലക്റ്റഡ്. എല്ലാം ചൈനീസിലാണ്, അതാണ് പ്രശ്നം. ആ വടി അടങ്ങി. കമോൺ തിരിച്ചിട്ട് കുത്തറവനെ. കുത്ത് 1000 റുപ്യക്ക് ഇത് വാങ്ങിക്കൊണ്ടല്ലോ പോലെയാണ് ഗൈസ്. ഗെയിം കളിക്കുക ഗൈസ്. 这个最低55。我知道最低55。 55 ലാഭമില്ലേ? അല്ല ഏത് കളറോ? പട്ടികയാണെന്നൊക്കെ പറഞ്ഞു നോക്കി. ഇതോ ഇതോ 这个都是55吗？不是，不一样的。这个是55。对，这个呢？这个也一样，但是一个55，这个不同。那个呢45。 45， അതിന് കുറവാണ്.啊， അപ്പോൾ ഇതാണ് ബെറ്റർ.这个两个差别是什么？这个高清一点。啊，这个中国的起点 high definition 啊。ഇത് കുട്ടികൾക്കൊക്കെ നമുക്ക്. 这个里面有英文吗？而且只能有中文。有英文。English 的。ഇംഗ്ലീഷ് ഉണ്ട്. പിന്നെ ഇവര് കുട്ടികൾ കയ്യിൽ കെട്ടുന്ന വാച്ചില്ലേ, ക്യാമറ ഉള്ളേ, അതുണ്ടോ ചോദിക്കി? 3D മീന് ഗൈസ്. അതിനുശേഷം ഇതുണ്ടോ നമ്മളെ ഷോപ്പുകളിലൊക്കെ പുറത്ത് വെക്കാൻ പറ്റുന്ന സ്ക്രീനാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ CIDC ഓരോ ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ മാറ്റാം. ഇതൊക്കെ ഓരോ നമ്മുടെ കണ്ടന്റുകൾ മാറ്റാം. ഏത് കണ്ടന്റ് വേണമെങ്കിൽ അതൊരു ഫാനാണല്ലേ? ഒരു ഫാനാണ് ഇറങ്ങണേ. പക്ഷേ ഏത് കണ്ടന്റ് ഉപയോഗിക്കാം. നമ്മുടെ കമ്പ്യൂട്ടറിൽ ഏത് കണ്ടന്റ് ഉപയോഗിക്കുന്നു ആ കണ്ടന്റ് വരും. അതതിൽ വരും. ഭയങ്കര സംഭവം. ഇത് റിപ്പയറിങ് ഏരിയ, കമ്പോണൻസ് ഏരിയ.
കമ്പോണൻസ് ഓരോ IC ചിപ്പുകൾ മറ്റേ IC ചിപ്പ് ആ കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. എല്ലാം ഉണ്ട് ഇവിടെ. ഞങ്ങളൊരു സാധനം മേടിച്ചിരിക്കുകയാണ്, മൈക്ക്. എനിക്ക് തൊണ്ടയ്ക്ക് കിച്ച് കിച്ച്, അതാണ് സൗണ്ട് ഇല്ലാത്ത കേട്ടോ, സോറി ഗൈസ്. അപ്പം പിന്നെ 3 സെറ്റ് കിടിലൻ മൈക്കിന് 300 യുവാൻ. 300 യുവാൻ എന്ന് പറഞ്ഞാൽ നാട്ടിലെ 3500 രൂപയില്ലേ. കിടിലൻ സൗണ്ട്. ഫങ്ഷൻസ് എന്തൊക്കെയായിരുന്നു? വീഡിയോ വെക്കുമ്പോൾ അത് ചെയ്യാം. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ അതിലേക്ക് നമ്മള് മ്യൂസിക് മിക്സ് ചെയ്യാം. പിന്നെ ENC 3 മോഡുണ്ട്. ഒന്ന് മീഡിയം, മോഡറേറ്റ് ആൻഡ് ഹൈ, അങ്ങനെ 3 മോഡിൽ ചെയ്യാം. നല്ല അത്യാവശ്യം കിടിലൻ സൗണ്ടിങ് ആണ്, നല്ല സൗണ്ട് സിസ്റ്റം ആണ്. പിന്നെ റിമോട്ട് ഉണ്ട്. റിമോട്ടിൽ നമ്മൾ ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് ഇപ്പോൾ ക്ലാപ്പിംഗ് അല്ലെങ്കിൽ പല മ്യൂസിക്, പല സൗണ്ടുകളൊക്കെ നമുക്ക് റിമോട്ടിൽ വെച്ചിട്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ. അപ്പം മൊത്തത്തിൽ അടിപൊളി പ്രൊഡക്റ്റാണ്. ഇത് ഇപ്പോഴൊന്നും യൂസ് ചെയ്യില്ല. ഞാൻ നാട്ടിൽ പോയിട്ട് നമ്മളെ യാസിൻ വ്ളോഗ്സ് ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുക. അപ്പോൾ വീട്ടിൽ പോയിട്ടുള്ള തകർപ്പൻ വീഡിയോസിൽ ഇനി നല്ല മൈക്കൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസ് കാണാം. റെഡിയാ? ഞാൻ സൗണ്ട് പോയിട്ടിരിക്കുകയാണ്, എന്നാലും കുഴപ്പമില്ല, ഒരുവിധമൊക്കെ ഞാൻ സംസാരിക്കും. ഇപ്പം കാക്ക നിങ്ങൾ പോയിക്കോളി, ഒരു കുഴപ്പമില്ല. ഇതൊരു ചൈനക്കാരനെ പോലെ ഒരുത്തം വന്നിട്ടുണ്ട്, ചൈനയിൽ നിന്ന് തന്നെയാണ്. പക്ഷേ ഓക്കെ, എന്താ പറയണോള്? ഇതൊക്കെ ഒന്ന് എടുത്തോന്ന്, ഇതൊക്കെ വീഡിയോയില് വേറെന്താ ഇവിടെ കാണിക്കാനുള്ളേ? ഈ സ്പീക്കർ ഉണ്ട്. ഇതിനെത്ര വെച്ചോക്കെ? ഐഫോൺ ഒറിജിനലാണിത്? 高配的话是这个价格380. കോപ്പിയാണല്ലേ? ബോക്സൊക്കെ നല്ല കിടിലൻ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്താണ് നമുക്ക് ഇവിടെ കാണിക്കാനുള്ളത്? പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. പിന്നെ പ്രൊജക്ടർ ഉണ്ട്. പ്രൊജക്ടർ, യെസ്, ആ കാണുന്ന ഈ പ്രൊജക്ടറിന് എന്താ? പ്രൊജക്ടർ 690. പ്രൊജക്ടറിന് 690, അതായത് 6000 ഉണ്ട്, 4000 ഉണ്ട്, അങ്ങനെ 3000 ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള പ്രൊജക്ടേഴ്സും ഉണ്ട് കേട്ടോ. സോ താങ്ക് യു. ഒരു കവറുണ്ട് ചോദിച്ചു. അപ്പോൾ നമ്മളിന്ന് ഹോച്ച് ആൻഡ് നോർത്തിലുള്ള ഒരു ആപ്പിളിൻ്റെ ഒരു ഷോറൂം, ഒരു ഷോപ്പിലാണ്. ഇവിടെ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. ആൾക്കാർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ് ആപ്പിളിൻ്റെ വില എന്താണ്? ആപ്പിളിൻ്റെ പ്രോഡക്റ്റിൻ്റെ വില. ഇവിടെ ഫോണുണ്ട്, ടാബ്ലറ്റ്സ് ഉണ്ട്, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ അസിസ്റ്റ് ചെയ്ത് നമ്മൾ ഇവിടുത്തെ ആപ്പിൾ ഷോറൂമിലത്തെ ആളുണ്ട്. ഇത് 15 Pro Max ആണ്.这个是多少钱？这个256 GB 9999。 256 GB ൻ്റെത് 9999 RMB, ഏകദേശം 1,20,000 അടുത്ത് വരും. അപ്പോൾ ഉണ്ട് അത്യാവശ്യം. ഇവിടെ ചൈനയിൽ എക്സ്പെൻസീവ് ആയിരിക്കും, ഹോങ്കോങ്ങിൽ കുറച്ചുകൂടി ചീപ്പായിരിക്കും. ഓക്കെ. ഇത് 15 Pro ഇത് 15 Pro ആണ്. ഇത് 15 Pro Max, ഇത് 15 Pro. ഇത് 128 G 7999. 128 GB ൻ്റെ 7,999. 7,999. അപ്പോൾ എത്ര വരും? ഏകദേശം ഒരു 90 രൂപ എടുക്കും. അത് ലാഭാട്ടോ, 90. 14 Pro Max 14 Pro Max 14 Pro Max ആണ്.这个是128还是256 256 G 286 GB的。这个价格9899。 9899. 9899 ആണ്. അപ്പോൾ എത്രയായി? ഏകദേശം 1,00,000 രൂപ, 1,10,000 ഓൾറെഡി ദുബായിലാണ് ലാഭം. ദുബായിലും ഹോങ്കോങ്ങിലും എല്ലാം അവിടെ. അതാണ് എനിക്ക് പറയാനുള്ളത്. ചൈനയിൽ നിന്ന് വാങ്ങിക്കുന്ന എല്ലാ ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾക്കും ഇവിടെ എക്സ്പെൻസീവ് ആണ്. സിമ്പിൾ എക്സാമ്പിൾ, ഇന്ത്യയിൽ നമ്മളൊരു കാസിയോൻ്റെ പ്രോഡക്റ്റ് വാങ്ങിക്കാറുണ്ട്, അവിടെ 40,000 രൂപ എന്നുണ്ടെങ്കിൽ സെയിം പ്രോഡക്റ്റ് ഇവിടെ നമ്മൾ 60,000 70,000 കൊടുക്കേണ്ടി വരും. അപ്പോൾ ആരും വിചാരിക്കേണ്ട ചൈനയിൽ ചീപ്പാണെന്ന് വിചാരിക്കണം. ബ്രാൻഡഡ് ഐറ്റംസിനൊക്കെ ഇവിടെ എക്സ്പെൻസീവ്. പിന്നെ അതുകൂടാതെ ചൈനയിലുള്ള എല്ലാ ആൾക്കാരും യൂസ് ചെയ്യുന്നത് ഒരു 80% ജനങ്ങൾ യൂസ് ചെയ്യുന്ന വെച്ചാൽ ഫുൾ ബ്രാൻഡഡ് സാധനങ്ങൾ. അത് ബാഗ് ആവട്ടെ, വാച്ച് ആവട്ടെ, അല്ലെങ്കിൽ പിന്നെ ഈ ഗാഡ്ജറ്റ്സ് ആവട്ടെ, എന്തായാലും ലക്ഷറി പ്രോഡക്റ്റുകളാണ് യൂസ് ചെയ്യുന്നത്. ബാഗ് പോലെ ഒരു 1, 2, 3, 5 ലക്ഷം രൂപയുടെ പ്രോഡക്റ്റുകളൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ അവർ നല്ല ലക്ഷറി പ്രോഡക്റ്റൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഇതാണ്. പിന്നെ ഈ 14 Pro, പിന്നെ മാക്ക്, ഇതൊക്കെ റേറ്റ് അത്യാവശ്യം നല്ല റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം
അവിടെ ടാബ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് വൈകിട്ട് 6 മണി ആയതുകൊണ്ട് മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്യും. ഏകദേശം മാർക്കറ്റ് ക്ലോസ് ആകാനായി. അതുകൊണ്ട് നാളെ നമ്മൾ വന്നിട്ട് രാവിലെ അടുത്തൊരു വ്ളോഗ് നമ്മൾ ചെയ്യും. കണ്ടിന്യൂസ് നാളെ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് അടുത്ത രാജ്യത്തോട്ട് പോകാനുള്ളതാണ്. അതിന് മുന്നേ വന്നിട്ട് വേണം ഞങ്ങൾക്ക് അടുത്ത ഷൂട്ട് ചെയ്യാൻ. അപ്പം ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുക. ഞങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം